നമസ്കാരം. ഞാൻ ഡോക്ടർ എം ശ്രീകുമാർ, സായികൃപ ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് സെൻ്ററിൻ്റെ ചീഫ് ഫിസിഷ്യനാണ്. വളരെ വൈഷമ്യത്തോടു കൂടിയാണ് ഓരോ ദിവസവും വാർത്താമാധ്യമങ്ങൾ പുറപ്പെടുവിക്കുന്ന വാർത്തകൾ കാണേണ്ടി വരുന്നത്. പടരുന്നു പനികൾ, പകർച്ചവ്യാധികൾ നിയന്ത്രണ അതീതമായി പടരുന്നു, നിയന്ത്രണാധീനമാകുന്നില്ല. വളരെ പരീക്ഷണങ്ങളിലൂടെ, റിസർച്ചുകളിലൂടെ വൈദ്യശാസ്ത്രം രോഗാണുക്കളെ കീഴടക്കാൻ നിരവധി ശ്രമകരമായ പദ്ധതികളിലൂടെ, പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും സത്യത്തിൽ രോഗാണുക്കൾ നമ്മളെ തോൽപ്പിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാരെ രോഗഗ്രസ്തമാക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാഡിക്കേറ്റ് ചെയ്ത, ഭൂമിയിൽ നിന്ന് നിഷ്കാസിതമാക്കി കഴിഞ്ഞ രോഗങ്ങൾ പോലും ഈ പകർച്ചവ്യാധി കാലഘട്ടത്തിലൂടെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം മനോവിഷമങ്ങൾക്ക് പ്രധാന കാരണമായി കാണേണ്ടതാണ്. നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് തുരങ്കം വെച്ചുകൊണ്ടാണ് ഈ രോഗാണുക്കൾ കടന്നു വരുന്നത്. മലേറിയ അടക്കം, കോളറ അടക്കം, ടിബി അടക്കം എന്ന് വേണ്ട കോടിക്കണക്കിന് രൂപ, ശതകോടിക്കണക്കിന് രൂപ ഓരോ റിസർച്ചിൻ്റെ പേരിലും നമ്മൾ ചെലവഴിച്ച് പരിശ്രമിച്ച് നിരവധി ഡോക്ടർമാരുടെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും രോഗാണുക്കൾ മാറി നിന്ന് നമ്മളെ നോക്കി പല്ലടിക്കുന്നു. നിങ്ങൾ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഈ കഴിഞ്ഞ മെയ് ലക്കത്തിൽ ആരോഗ്യ മാസിക മാതൃഭൂമി രോഗാണുക്കളെ സംബന്ധിച്ചുള്ളൊരു സ്പെഷ്യൽ ഇഷ്യൂ ആണ്. കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് വാങ്ങി വായിക്കാൻ ശ്രമിക്കണം. കാരണം മരുന്നുകൾ ദുഷ്ഫലമാകുന്നു, രോഗാണുക്കൾ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് നിരവധി തലങ്ങളിലേക്ക് കടക്കുന്നു, വീണ്ടും ചോദ്യചിഹ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പനിമരണങ്ങളിലെ പലതും തലച്ചോറിൽ നീർക്കെട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. എന്താണ് നീര്, എന്തുകൊണ്ടാണ് കെട്ടുണ്ടാകുന്നത് എന്നൊക്കെയുള്ള സാമാന്യമായ ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ചുരുക്കത്തിൽ ശരീരത്തിൽ പനി ഉണ്ടാകുന്നത് രോഗാണുക്കളെ കരിച്ചു കളഞ്ഞ്, തകർത്ത് കളഞ്ഞ് രോഗാണുമുക്തമായ ഒരു ശരീരം സൃഷ്ടിച്ചെടുത്ത് ആരോഗ്യത്തിനെയും ആയുസ്സിനെയും നിലനിർത്താൻ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രകൃതി ചില സെൻറ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലിവർ ആൻഡ് കിഡ്നി ആർ ഡീടോക്സിഫൈങ് സെൻറ്റേഴ്സ്. ഇവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ ഉള്ള അവബോധമാണ് നമ്മൾ അടിസ്ഥാനപരമായി ഉണ്ടാക്കിയെടുക്കുന്നത്. ആഹാര രീതിയിലും മറ്റ് നിരവധി കാരണങ്ങൾ കൊണ്ടും ഈ ഡീടോക്സിഫൈങ് സെൻറ്റേഴ്സിന് തകരാറുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അസമയത്ത് ആഹാരം, പാതിരാത്രിയിലെ ഡിന്നറുകൾ, കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയങ്ങളുടെ തകരാറുകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഡീടോക്സിഫൈങ് സെൻറ്ററിൻ്റെ കപ്പാസിറ്റിക്ക് അതീതമായി ഇതിനെ തകർത്തുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വരുന്ന രോഗാണുക്കളെ നേരിടാൻ നമ്മുടെ ശരീരത്തിന് കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ പരിമിതമായ പ്രക്രിയയിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ചുരുക്കത്തിൽ എന്ന് പറയുന്നത് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദിസ് മെയിൻ പോയിന്റ്. വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ ഡീടോക്സിഫൈങ് സെൻറ്റേഴ്സ് ആസ് മച്ച് ആസ് പോസിബിൾ. എത്രത്തോളം ശക്തമാക്കി നിലനിർത്താൻ പറ്റുമോ കരളിൻ്റെയും കിഡ്നിയുടെയും അടക്കം ആരോഗ്യത്തെ നേരെ നിർത്തുക എന്നുള്ള പ്രതിരോധ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പ്രതിരോധ കാര്യം ചിന്തിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇന്ന് നിരവധി ടോക്സിൻസാണ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത്. നിരുപദ്രവമെന്ന് കരുതുന്ന പല ആഹാര പദാർത്ഥങ്ങളും പാനീയങ്ങളും ഉപദ്രവകാരികളായി തീർന്നുകൊണ്ടേയിരിക്കുന്നു. അതിലുപരി ബോധപൂർവം നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന നിരവധി കാര്യങ്ങൾ, ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ, അത് നമുക്ക് സംസാരിക്കാൻ പിന്നീടൊരിക്കൽ. കാരണം എങ്ങനെ ശരീരത്തിൽ ഇതൊക്കെ ചെന്ന് കയറുമ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളത് ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമുക്കതിനകത്ത് ശ്രമിക്കേണ്ട പ്രധാന കാര്യം അടിസ്ഥാനപരമായിട്ട് ഓരോ കുടുംബിനികളും ഓരോ കുടുംബാംഗങ്ങളും അറിഞ്ഞിരിക്കണം നമ്മുടെ ശരീരത്തിന് പ്രകൃതി തന്നിരിക്കുന്ന പ്രതിരോധ മെക്കാനിസം. ഫോർ എക്സാമ്പിൾ ചൂട്. ഓരോ അമ്മയും അറിഞ്ഞിരിക്കണം, ഇതെൻ്റെ കുഞ്ഞിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള പ്രകൃതി മെക്കാനിസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ വിഹ്വലതകൾ പടരാതെ സമചിത്തതയോടെ സമാധാനത്തോടെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. നിരവധി പേര് കേട്ടും
പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് പല പനികൾ, പണ്ടെങ്ങുമില്ലാത്ത പനികൾ? ഇതൊക്കെ നമ്മൾ സ്വസ്ഥമായി നിഷ്പക്ഷമായി ഒരിടത്തിരുന്ന് സാവകാശം ആലോചിക്കണം. പനിയൊന്നേ ഉള്ളൂ, ശരീരത്തിന് സംരക്ഷിക്കുന്ന ഒരു മെക്കാനിസമാണ് എന്ന് ഹിപ്പോക്രാറ്റസ് മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഗിവ് മി എ ഫീവർ ടു ക്യൂർ ഡിസീസസ് എന്നാണ് ഹിപ്പോക്രാറ്റസിൻ്റെ നിരവധി ലേഖന പരമ്പരകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പനി ഒരു പ്രാഥമിക രോഗശാന്തി മന്ത്രമാണ്. അതിനെ അതേ സാവകാശത്തിൽ സമചിത്തത്തോടെ മനസ്സിലാക്കാൻ നമുക്കൊരു സാഹചര്യം ഉണ്ടാവണം. അതിനുണ്ടാകേണ്ടത് നമുക്ക് ശക്തമായ അവബോധം തരാനുള്ള വ്യക്തികളാണ്, ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് ചികിത്സയിൽ ഹോളിസ്റ്റിക് എന്ന് പറയുന്ന തലം. ഹോമിയോപ്പതി ഇറ്റ്സെൽഫ് ഈസ് ഹോളിസ്റ്റിക്. ഇന്ന് വൈദ്യശാസ്ത്രം ഏറ്റവും എളുപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് തലമാണ് ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്ര ശാഖ. തല മുതൽ കാല് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഗണിച്ചുകൊണ്ട് രോഗത്തിൻ്റെ പേരിന് പ്രസക്തി കൊടുക്കാത്ത ഇത്ര ശക്തമായ ഈ ഒരു മാർഗത്തെ കുറിച്ച് അറിയാതെ, അല്ലെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അസുഖങ്ങൾ വരുമ്പോൾ അമ്പരം നൂടുന്ന, തിടുക്കം പിടിച്ച് ആശങ്കപ്പെടുന്ന ആ ഒരവസ്ഥ മാറണം. ഓടുന്ന വണ്ടിക്ക് പണി വരും. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് രോഗങ്ങൾ വന്നു ചേരാം, സ്വാഭാവികം. പക്ഷേ ശരീരത്തിൻ്റെ രോഗത്തെ സംരക്ഷിക്കാനും പരിഹരിക്കാനും ശരീരത്തിന് അതിശക്തമായ സംവിധാനക്രമങ്ങളുണ്ട് എന്നുള്ളത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. നേരെ മറിച്ച് വിഹുലയാർന്ന മനസ്സോടെ കഴിക്കപ്പെടുന്ന മരുന്നുകൾ ഔഷധജന്യ രോഗം എന്ന് പറയുന്ന ഒരു അതിസങ്കീർണ മേഖലയിലേക്ക് നമ്മുടെ ശരീരത്തെ തള്ളിവിടുന്നു. രോഗം മാറ്റാൻ എളുപ്പമാണ്, അത് ശരീരം നോക്കിക്കോളും, പ്രകൃതി നോക്കിക്കോളും, ഈശ്വരീയമായ ഒരു ശക്തി നോക്കിക്കോളും. പക്ഷേ നമ്മൾ അവിവേകം കൊണ്ട് സൃഷ്ടിക്കുന്ന ഔഷധജന്യ രോഗം അത് മാറ്റാൻ, അതുകൊണ്ടാണ് ഇന്ന് വൈദ്യശാസ്ത്രം ഇത്രത്തോളം സങ്കീർണതകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ഈ സങ്കീർണതകൾ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിതിനെ നേരിടാം. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ അറിവ് വേണം. അപ്പോൾ ആദ്യത്തെ ഔഷധം അറിവും, രണ്ടാമത്തെ ഔഷധം ആത്മവിശ്വാസവുമായിട്ട് പരിഗണിച്ചുകൊണ്ട് സമചിത്തതയോടെ നേരിടാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ദുരന്തങ്ങളെ ശക്തമായി ഒഴിവാക്കാൻ അടിസ്ഥാനപരമായി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ വേണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, എങ്ങനെ വേണം അറിവ് നേടാൻ. ഇന്ന് അറിവിൻ്റെ ഭണ്ഡാരമാണ് നമുക്ക് ചുറ്റും. എല്ലാവിധത്തിലുള്ള അറിവുകളും നമ്മുടെ കൈവെള്ളയിൽ കൈക്കൊമ്പിലുണ്ട്. ഷെല്ലിയുടെ കവിതയിൽ പറയുന്ന പോലെ വാട്ടർ എവരിവെയർ ബട്ട് നോ എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ചുറ്റും സമുദ്രജലം, പക്ഷേ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. ഷെല്ലിയുടെ കവിതയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ കുറിച്ചുള്ള വിവരണത്തിൽ പറയുന്നതാണ്. അതുപോലെ നമ്മുടെ ചുറ്റും സമഗ്രമായ ശക്തമായ നിരവധി അറിവിൻ്റെ കൂമ്പാരങ്ങൾ ചുറ്റുമുണ്ട്. പക്ഷേ ആർക്ക് വേണം ഈ അറിവുകൾ? അസുഖം വരുമ്പോൾ അറിവുകളെ ആശ്രയിക്കാതെ ആശുപത്രി ആശ്രയിക്കാൻ ഓടുന്ന നെട്ടോട്ടത്തിൽ മനസ്സിൻ്റെ ചാഞ്ചല്യത്തിൽ പലതും വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലെറ്റ് us get more knowledge regarding diseases and our bodies. അത് ഏറ്റവും സുസാധ്യമാക്കി തരുന്ന ഒരു മെത്തേഡാണ്, ഹോളിസ്റ്റിക് മെത്തേഡാണ് ഹോമിയോപ്പതി. അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശസ്തമായൊരു അഭിമുഖത്തിൽ ഡോക്ടർ പട്ടേൽ, കോട്ടയത്തിലെ ക്യാൻസർ രോഗവിദഗ്ധനായ ഹോമിയോപ്പതി ഡോക്ടർ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യാം, നമുക്കറിഞ്ഞുകൂടാ ഈ സിസ്റ്റത്തിൽ നിങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അതറിയാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് ഈ ദൈന്യാവസ്ഥകളെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിരോധ മരുന്നുകൾ. അറിവ് നേടുക, ഇത് തന്നെയാണ് പ്രതിരോധ മരുന്ന്. നമസ്കാരം.